സ്പീക്കിങ്ങിന്റെ നാലാമത്തെ ടാസ്ക്കാണ് റീറ്റെൽ ലെക്ചർ. റീറ്റെൽ ലെക്ചറിൽ നമുക്കൊരു ലെക്ചറിന്റെ റെക്കോർഡിംഗ് ലിസൺ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസും സൈഡിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലെക്ചർ കേൾക്കുക, അതിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, എന്നിട്ട് നമ്മൾ ഈ ലെക്ചറിനെ സമ്മറൈസ് ചെയ്ത് പറയാം. 10 seconds ആണ് നമുക്ക് പ്രിപ്പറേഷൻ ടൈം ഉള്ളത്. പ്രിപ്പറേഷൻ ടൈം കഴിയുമ്പോൾ ബീപ്പ് സൗണ്ട് കേൾക്കാം. ബീപ്പ് സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ലെക്ചറിനെ സമ്മറൈസ് ചെയ്ത് പറയുക. ടൈം ടു ആൻസർ 40 seconds ആണ്. നിങ്ങളുടെ സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് സ്കില്ലാണ് ഇവിടെ ഇവാലുവേറ്റ് ആവുന്നത്. സ്കോറിംഗ്, കോണ്ടന്റ്, പ്രൊനൗൺസിയേഷൻ ആൻഡ് ഫ്ലുവൻസി. ഇപ്പൊ റീറ്റെൽ ലെക്ചറിന്റെ 3 ടിപ്സ് നോക്കിയാലോ. ഒന്നാമത്തെ ടിപ്പ്, നമുക്ക് ലെക്ചറിന്റെ കൂടെ ഇമേജ് തന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യാം. കാരണം നമുക്ക് ആ ലെക്ചറിന്റെ ടോപ്പിക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ടിപ്പ്, ലെക്ചറിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. മൂന്നാമത്തെ ടിപ്പ്, ട്രൈ ടു കീപ് ടോക്കിംഗ് ആൻഡ് ഇഗ്നോർ എനി മിസ്റ്റേക്സ് ദാറ്റ് യു മേക്ക്.